സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥരുടെ ശ്രേണിയിൽ സെക്രട്ടറിക്ക് താഴെയായി എക്സ് ഒഫീഷ്യോ സെക്രട്ടറിയെ കൂടി ഉൾപ്പെടുത്തി റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്ത സർക്കാർ തീരുമാനം വിവാദത്തിലാകുന്നു. ഹേഡിസ്കിൽ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന കെ എം എബ്രഹാം ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളം ഉപദേശകനായി നിയമിച്ച് ഉത്തരവിറക്കിയതിനെതിരെ ഹൈക്കോടതിയിലെ ഹർജി അന്തിമഘട്ടത്തിൽ നിൽക്കുമ്പോഴായിരുന്നു തിരക്ക് പിടിച്ച ചട്ട ഭേദഗതി പിണറായി നടത്തിയത്. ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് എബ്രഹാമിനും ഐസക്കിനും എതിരായിരുന്നു. എക്സ് ഒഫീഷ്യോ സെക്രട്ടറിക്ക് യാതൊരു അധികാരവുമില്ലെന്നും ഉദ്യോഗസ്ഥ ശ്രേണിയിലില്ലാത്ത ആൾ എങ്ങനെ നിയമനം നടത്തുമെന്നുമായിരുന്നു അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. എക്സ് ഒഫീഷ്യോ സെക്രട്ടറിക്ക് താഴെയായി ഉദ്യോഗസ്ഥ ശ്രേണിയിൽ ഉൾപ്പെടുത്തി ഭേദഗതിയിലൂടെ എബ്രഹാമിനും ഐസക്കിനും ഹൈക്കോടതിയിൽ നിന്ന് തലയൂരാനും കഴിയും. 17 വർഷമെങ്കിലും IAS കുറ്റമറ്റ രീതിയിൽ ജോലി ചെയ്തവർ എത്തുന്ന പദവിയാണ് ഗവൺമെന്റ് സെക്രട്ടറി. ചട്ടങ്ങൾ നോക്കി മാത്രമേ ഇവർ ഫയൽ എഴുതുകയുള്ളൂ, ഉത്തരവ് ഇറക്കുകയുമുള്ളൂ. അല്ലെങ്കിൽ പെൻഷൻ കിട്ടില്ലെന്ന് ഇവർക്കും അറിയാം. പെൻഷൻ വാങ്ങിക്കുന്ന വിരമിച്ച IAS-കാരന് ചട്ടം നോക്കേണ്ട കാര്യവുമില്ല. സർക്കാർ പറയും, അയാൾ ഉത്തരവിറക്കും, ശമ്പളം ലക്ഷങ്ങൾ പോക്കറ്റിലാവുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ നടപ്പാക്കിയ ഭേദഗതിയിലൂടെ സർക്കാരിന് താല്പര്യമുള്ള ആരെയും എക്സ് ഒഫീഷ്യോ സെക്രട്ടറിയാക്കാം, സർക്കാരിന് താല്പര്യമുള്ള ഉത്തരവിറക്കാം. ചിന്താ ജെറോമിനും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും വരെ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ എക്സ് ഒഫീഷ്യോ സെക്രട്ടറിയായി തുടരുകയും ചെയ്യാം. ഉറക്കമൊഴിച്ച് IAS-ന് പഠിക്കാതെ തന്നെ സെക്രട്ടറി ആകാവുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ വിഷയത്തിൽ IAS ഉദ്യോഗസ്ഥൻ പ്രശാന്ത് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: UPSC പരീക്ഷ പാസ്സായി 16 വർഷമെങ്കിലും സർക്കാർ സർവീസിലുള്ള കുറ്റമുറ്റ കരിയറുള്ള മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ മാത്രമേ സെക്രട്ടറി തലത്തിലേക്ക് പരിഗണിക്കാൻ പറ്റൂവെന്ന പിന്തിരിപ്പൻ രീതിയിലായിരുന്നു കേരളം രൂപീകരിച്ച കാലം മുതൽക്കേ ഉള്ള നിയമവും ഇത് തന്നെയാണ്. കേരളത്തിൽ IAS-കാരുടെ എണ്ണം വളരെ കുറവ് ആണ്. ഉള്ളവർ തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനും വിദേശ പഠനവുമായി നാട് വിട്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ ഫേസ്ബുക്കിൽ അഭിപ്രായം പറഞ്ഞതിന് സസ്പെൻഷനിലും. അതുകൊണ്ട് തന്നെ സർവീസിൽ വിരമിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ നമുക്ക് വിരമിക്കാൻ അനുവദിക്കാനാവില്ല എന്ന അവസ്ഥയാണ്. മാത്രമല്ല, വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ച മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ മാത്രം സെക്രട്ടറി ആക്കുന്നതിലെ പോരായ്മ പല ബുദ്ധിജീവികളും പരാമർശിച്ചിട്ടുള്ളതാണ്. അനുഭവ സമ്പത്ത് തുറന്ന ചിന്തയ്ക്ക് പലപ്പോഴും ഒരു വിഘാതമാണ്. വിരമിച്ചവരെയും അതിവിദഗ്ധരെയും മലയാള ഭാഷാ പണ്ഡിതരെയും വഴിപോക്കരെയും ഒരുപോലെ പരിഗണിച്ച സെക്രട്ടറിയെ നിയമിച്ച് സെക്രട്ടേറിയറ്റ് ജനകീയമാക്കാൻ നമുക്ക് സാധിക്കും. ഏറെക്കുറെ PSC ജനകീയമാക്കിയതുപോലെ. കഴിവിന്റെ അങ്ങേയറ്റം പുറത്തെടുക്കുന്ന വേളയിലാണല്ലോ കേരളത്തിലെ റിട്ടയർമെന്റ് സംഭവിക്കാറ്. ജോലിയോടൊപ്പം പൊതുജന സേവനവും സർവീസ് സംഘടനാ പ്രവർത്തനവും ഒക്കെയായി ജീവിക്കുന്നവർ വളരെ നേരത്തെ തന്നെ പിരിഞ്ഞല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട്. അവരെ സെക്രട്ടറി തലത്തിൽ നേരിട്ട് നിയമിക്കാനും അവരുടെ സേവനങ്ങൾ നാടിനും നാട്ടുകാർക്കും തുടർന്ന് ലഭ്യമാക്കാനും ഈ പരിഷ്കാരം സഹായിക്കും. സെക്രട്ടേറിയറ്റിൽ സെക്ഷൻ ഓഫീസറായി തുടങ്ങി സ്പെഷ്യൽ സെക്രട്ടറി ആവുന്നവരും IAS-കാരെ പോലെ പഴയ കാലത്തിന്റെ അവശേഷിപ്പാണല്ലോ. ഇവരുടെ മുകളിൽ എക്സ് ഒഫീഷ്യോ സെക്രട്ടറികൾ വരുന്നതോടെ ഭരണം ദ്രുതഗതിയിലാകും. റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്യുന്നതോടെ ഇവർക്ക് നേരിട്ട് സർക്കാർ ഉത്തരവുകൾ ഇറക്കാനാകും. എന്തൊരു മാറ്റമായിരിക്കും ഇതുണ്ടാക്കുക? റിട്ടയർ ചെയ്യുമ്പോൾ പെൻഷൻ വാങ്ങണമെന്നും ക്രിമിനൽ കേസുകൾ പെടരുതെന്നും മറ്റും ഭയന്ന തീരുമാനമെടുക്കാത്ത നിലവിലെ ചട്ടം നോക്കി ഉദ്യോഗസ്ഥർക്ക് പകരം വരുന്ന താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന ഈ എക്സ് ഒഫീഷ്യോ സെക്രട്ടറികൾ തീർച്ചയായും ഒരു മുതൽക്കൂട്ടായിരിക്കും. എന്ത് റിസ്ക് എടുത്തും നാടിന് നന്മ ചെയ്യാൻ ഇവർക്കാകും. കാരണം ഇവർ അനാവശ്യമായി നിയമവും ചട്ടവും പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരല്ല. ഈ മോഡൽ പ്രാവർത്തികമായാൽ ദിവസക്കൂലിക്കാരായും സർക്കാർ സെക്രട്ടറികളെ നിയമിക്കാം. ഈ ഭരണ നവോത്ഥാനത്തിലൂടെ റിട്ടയർ ചെയ്ത കഴിവുറ്റ സംഘടനാ പ്രവർത്തനവും ജനസേവനവും ഉന്നതമായ രാഷ്ട്രീയ ചിന്തകളുമുള്ള വകുപ്പ് സെക്രട്ടറിമാരെ ഇനി മുതൽ നമുക്ക് ലഭിച്ചു തുടങ്ങുമെന്ന് പ്രത്യാശിക്കാം. നാം ശ്രദ്ധിക്കാതെ പോയേക്കുന്ന പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരം ശരിക്കും മനസ്സിലാക്കിയാൽ കേരള ജനത നെഞ്ചിലേറ്റുമെന്നതിൽ സംശയമില്ല. ലാറ്ററൽ എൻട്രിയേക്കാൾ വിപ്ലവകരമായ മാറ്റമാണെന്ന് നാം ഈ പരിഷ്കാരത്തിലൂടെ മാറി തുടങ്ങുന്നത്. നമ്മുടെ നാടും മാറി തുടങ്ങി എന്ന് വളരെ രസകരമായി കളിയാക്കിക്കൊണ്ടുമുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കേരളത്തിലെ എല്ലാ രംഗത്തെയും അഴിമതിയുടെ കൂത്തരങ്ങാക്കുന്നത് പോലെ തന്നെ IAS-ലെങ്കിലും സർക്കാർ ഉത്തരവിറക്കാനുള്ള സംവിധാനം കേരളത്തിലെ പിണറായി വിജയന്റെ സിൽബന്ദികൾക്ക് ഒരുക്കി കൊടുക്കുന്നതാണ് പിണറായിയുടെ പുതിയ ഭരണപരിഷ്കാരം.